എടുക്കാൻ ബുദ്ധിമുട്ടാ. ഓഡിയോ കേൾക്കുന്നവർ മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഇന്ന് തുടങ്ങാൻ പോവാണേ. ബഹുമാനപ്പെട്ട KGMOA മെമ്പർമാരെ, സമീപകാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ മനസ്സിന് അസ്വസ്ഥതയുളവാക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു യുവാവ് അടുത്ത കാലത്ത് നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് എറണാകുളത്ത് ചേന്ദമംഗലത്ത് ഒരു വീട്ടിൽ കയറി 3 പേരെ വെട്ടിക്കൊന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ പറഞ്ഞു തീർക്കാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും കൂട്ടത്തല്ലിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയരുകയാണ്. ആരോഗ്യ സൂചികയിൽ നമ്മൾ മുൻപന്തിയിലാണെങ്കിൽ നമ്മൾ മാനസികാരോഗ്യ സൂചികയിൽ നമ്മൾ പുറകോട്ടാണോ? മാനസികാരോഗ്യ സാക്ഷരത അടക്കമുള്ള കാര്യത്തിൽ നമ്മൾ പിന്നിലാണോ എന്ന് തോന്നിപ്പോകുന്നു. അതേപോലെ തന്നെ ക്രൂരമായ റാഗിങ്ങിന് വിധേയമായ വിദ്യാർത്ഥി സ്വന്തം വീട്ടിൽ സ്വന്തം രക്ഷിതാക്കളോട് പോലും ആ കാര്യം തുറന്നു പറയാൻ പറ്റാത്ത വിധം കുടുംബങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉടലെടുക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഈ മാധ്യമങ്ങളും നവമീഡിയകളും സിനിമകളെല്ലാം തന്നെ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളത് യുവാക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളർത്തുദോഷം നമ്മുടെ ഈ രക്ഷിതാക്കള്, അധ്യാപകര്, അതുപോലെ തന്നെ സമൂഹത്തില് പുതിയ തലമുറയെ ഡീൽ ചെയ്യുന്നതിൽ നമുക്ക് പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർത്തിവിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഒരു കാവലാൾ എന്ന നിലയിൽ KGMOയ്ക്ക്, സർക്കാർ ഡോക്ടർമാർക്ക്, തീർച്ചയായിട്ടും മാനസികാരോഗ്യ രംഗത്തും പ്രധാന പങ്കുവഹിക്കുന്ന സർക്കാർ ഡോക്ടർമാർക്ക് ഈ വിഷയത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വെബിനാറോടുകൂടി ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ളതല്ല, തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറ് നമുക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ നേടിത്തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഏതായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വെബിനാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വെബിനാറിൽ ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അരുൺ B നായർ സാറാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ ഡോക്ടർമാർക്കും അദ്ദേഹം തികച്ചും സുപരിചിതനാണ്. ഏറ്റവും മികച്ച വാഗ്മിയും മികച്ച ഫാക്കൽറ്റിയും ഈ രംഗത്ത് ഈ കാര്യത്തിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ കഴിവുള്ള ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വം കൂടിയാണ് അരുൺ B നായർ സാർ. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും തിരക്കിനിടയിൽ അദ്ദേഹം വന്നതും അതിന് സമ്മതിച്ചതിനും ഞങ്ങൾ KGMOയെ അങ്ങേയറ്റം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ആർദ്രവമായിട്ട് ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോബിൻ ജോസഫ്, അതുപോലെ തന്നെ മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ CP ബിജോയ്, അതുപോലെ തന്നെ KGMOയുടെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശ്രീകാന്ത്, അതേപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് TN സാർ ഉണ്ടെന്നാണ് തോന്നുന്നത്, അദ്ദേഹം, അതേപോലെ തന്നെ പ്രിയപ്പെട്ട KGMOയുടെ ജില്ലാ ഭാരവാഹികളെ, KGMOയുടെ മെമ്പർമാരെ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടർ അരുൺ B നായർ സാർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താൻ, നമ്മുടെ പാരന്റിങ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഉൾക്കാഴ്ച കൂടി നേടിയെടുക്കാൻ ഈ വെബിനാർ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK സാറിനെ ഹാർദവപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് KGMOA. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ഓൾ. ബഹുമാനപ്പെട്ട KGMOയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോബിൻ ജോസഫ്, മെന്റൽ ഹെൽത്ത് വിംഗ് ചെയർമാൻ ഡോക്ടർ മുരളീധരൻ, ട്രഷറർ ഡോക്ടർ ശ്രീകാന്ത്,
മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ബിജോയ്, അതേപോലെ മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ കൺവീനർമാരായ ഡോക്ടർ അജു, ഡോക്ടർ ഹാനി ഹസൻ, മറ്റു ജില്ലാ നേതാക്കൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, എത്രയും ബഹുമാന്യനായ ഇന്നത്തെ സ്പീക്കർ ആദരണീയനായ ഡോക്ടർ അരുൺ ബി നായർ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുന്ന പോലെ KGMOയ്ക്ക് നിരവധി സബ് കമ്മിറ്റികളുണ്ട്. അതിലേറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികൾ ഒന്നാണ് മെന്റൽ ഹെൽത്ത് വിങ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ IMAയുമായി കൈകോർത്തുകൊണ്ട് നമ്മൾ IMA ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന ആപ്പ് വഴി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ലൈൻ എന്ന രീതിയിൽ ഏറ്റവും സജീവമായി നമ്മുടെ KGMOY അംഗങ്ങൾ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ IMA ഹെൽപ്പിംഗ് ഹാൻഡ്സിൽ നമ്മൾ പങ്കുചേരുകയുണ്ടായി. നിരവധി പേർക്ക് ഉപകാരപ്രദമായിരുന്ന ഒന്നായിരുന്നു അത്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഒരു മാനസിക സമ്മർദ്ദം എത്രമാത്രം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അതിൻ്റെ ഒരു തോതളക്കുന്നതിനും അതിൽ ഏതു രീതിയിൽ നമുക്ക് ഇടപെടാൻ സാധിക്കും എന്നറിയുന്നതിനും വേണ്ടി ഒരു ക്വസ്റ്റിനെയർ, ഒരു ഗൂഗിൾ ഫോം ഒക്കെ തയ്യാറാക്കപ്പെട്ടിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു മികച്ച രീതിയിലുള്ള പ്രതികരണം എല്ലാ ജില്ലകളിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട വസ്തുതയാണ്. എന്തായാലും ഈ വർഷം കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങളുമായി മെന്റൽ ഹെൽത്ത് വിങ്ങിന് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഡോക്ടർ അജുവും ഡോക്ടർ ഹാനി ഹസനുമായിരുന്നു. അവരോടൊപ്പം ചെയർമാനായിട്ട് നമ്മുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ സാർ ജോയിൻ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അക്കാഡമിക് സെല്ലിന്റെ തലപ്പത്തിരുന്നപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ആ സെഷൻസ് കൈകാര്യം ചെയ്തിരുന്ന, കോർഡിനേറ്റ് ചെയ്തിരുന്ന മുരളീധരൻ സാർ കൂടി എത്തുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം എനിക്ക് മെന്റൽ ഹെൽത്ത് വിങ്ങിനോട് അവരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ആ IMA ഹെൽപ്പിംഗ് ഹാൻഡ്സുമായുള്ള നമ്മുടെ സഹകരണവും അതിന്റെ പ്രവർത്തനവും സംബന്ധിച്ച് കൂടുതൽ അറിയിപ്പുകൾ, അതുപോലെ അംഗങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിലുള്ള അറിയിപ്പല്ലാതെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇന്ന സർവീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും അത് ആവശ്യമുള്ളവർ അത് അവെയിൽ ചെയ്യണമെന്നും നമ്മൾ അവരെ ഇടയ്ക്കൊന്നും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒന്നാണ്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും നമ്മൾ കാണുന്ന വാർത്തകളും ഓരോ ഫുട്ടേജുകളും എല്ലാം തന്നെ നമ്മളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. ഈ മെന്ററിങ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നേരത്തെ മുരളീധരൻ സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ കേൾക്കുന്ന നിരവധി വാർത്തകൾ, ദിനം പ്രതി നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഈ വാർത്തകൾ, അത് പല തരത്തിൽ പല വീക്ഷണ കോണുകളിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ മുരളീധരൻ സാർ സൂചിപ്പിച്ച പോലെ, ഞാൻ ഈ സെഷൻ കേൾക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ അരുൺ ബി നായർ സാറിന്റെ ആ ക്ലാസ് കേൾക്കാൻ കാത്തിരിക്കുന്നത് ഒരു പാരന്റ് എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരായ അല്ലെങ്കിൽ യൗവനത്തിലേക്ക് എത്തിയ മക്കളുള്ള അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആദി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം കടുത്ത നിയന്ത്രണം പറ്റില്ല, അമിതമായ സ്വാതന്ത്ര്യം പറ്റില്ല. എങ്ങനെ വേണം അവരോട് നമ്മളൊരു പാരന്റിങ് എങ്ങനെ വേണം, അല്ലെങ്കിൽ അവരോട് നിത്യജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെ വേണം, നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ അവർ എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്, അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ്, അങ്ങനെ നിരവധി ചോദ്യങ്ങളും ആദികളുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ, മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലയിൽ ഉള്ള നമ്മുടെ ഇടപെടലിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ തരത്തിലൊരു രക്ഷിതാവ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ അറിവുകൾ കിട്ടാൻ ഈ സെഷൻ സഹായിക്കും എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അരുൺ ബി നായർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, KGMOയുമായി വളരെ അടുത്ത ബന്ധമാണ് സാറിനുള്ളത്. കാരണം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ നമ്മുടെ പൊതു നേതൃനിരയെ വാർത്തെടുക്കുന്ന PST മീറ്റിലെ സജീവ സാന്നിധ്യമാണ് സാർ. എത്ര തിരക്കുകൾക്കിടയിലും നമ്മൾ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം എത്തിച്ചേരുകയും നമ്മുടെ വളർന്നു വരുന്ന പുതിയ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർ എന്നിവർക്കൊപ്പം പുതിയ വളർന്നു വരുന്ന യങ് ലീഡേഴ്സിനെയും അഡ്രസ് ചെയ്തുകൊണ്ട് ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിൽ നിരവധി വർഷങ്ങളായി അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു മികച്ച നേതൃനിരയെ വാർത്തെടുക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഇനി വരുന്ന മാർച്ച് 9 PST മീറ്റിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു നന്ദി അറിയിക്കുന്നു.
ഏറ്റവും മികച്ച രീതിയിൽ ഈ സെഷൻ നടക്കട്ടെ എന്നും എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ജയ് KG-MOI. താങ്ക് യു സുനിൽ PK സാർ. ഏതായാലും സാർ പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു. തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് വിങ്ങിന് നിരവധി കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. അതിലേതായാലും നല്ല ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഡോക്ടർ അജു ജോസും ഡോക്ടർ ആനിയസനും ഉണ്ട്. തീർച്ചയായിട്ടും സാർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ ഈ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ KG-MOI ഹോണററി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോബിൻ ജോസഫ് സാറിനെ ഹാർദവപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഓഡിബിൾ അല്ലേ മുരളി സാറേ? ഓഡിബിൾ അല്ലേ? Yes, yes, അതെ, yes. അതെ. audible ആണ്. Okay, respected State President Dr. Sunil PK, Treasurer Dr. Srikanth, Editor Dr. Bijoy, ഇന്നത്തെ പ്രാസംഗികൻ ഡോക്ടർ അരുൺ ബി നായർ, മെന്റൽ ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ അജു, ഡോക്ടർ ഹാനി, പ്രിയ KG-MOI അംഗങ്ങളെ. KG-MOI മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായി ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. തികച്ചും ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് വെബിനാറിന്റെ ടോപ്പിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ മുൻ പ്രാസംഗികർ പറഞ്ഞിരുന്ന പോലെ തന്നെ ഏറ്റവും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം നിറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ അലട്ടുന്ന വാർത്തകളാണ്. എന്തുകൊണ്ട് നമ്മുടെ പുതുതലമുറയ്ക്ക് ഇങ്ങനെ ഒരു വ്യതിയാനം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സംഘടനയ്ക്ക് രണ്ട് രീതിയിൽ ഇക്കാര്യത്തിൽ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സമൂഹത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്തേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ സമൂഹത്തിൽ ഭാഗമായി ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളുടെ മെമ്പേഴ്സ് പലപ്പോഴെങ്കിലും ഈ സംഭവങ്ങളുടെ റിസീവിംഗിൽ വരാനുള്ള ഒരു സാധ്യതയും കൂടെ നമ്മുടെ മുന്നിൽ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഗൗരവത്തോടുകൂടി തന്നെയാണ് ആ വിഷയം മെന്റൽ ഹെൽത്ത് വിങ് ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ ദീർഘിച്ച ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഏകദേശം 300ഓളം അംഗങ്ങൾ ഇന്ന് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗൗരവത്തോടു കൂടി നമ്മുടെ മെമ്പേഴ്സ് ആ വിഷയം എടുക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഒരു നല്ല സെഷൻ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് KG-MOI. താങ്ക് യു ഡോക്ടർ ജോബിൻ സാർ. അടുത്തായിട്ട് സംസ്ഥാന ട്രഷറർ ഡോക്ടർ ശ്രീകാന്ത് സാറിനെ ഈ മീറ്റിംഗിൽ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഞാൻ ഓഡിബിൾ ആണല്ലോ? ഗുഡ് ഈവനിങ്, റെസ്പെക്ടഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK, ഓണററി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോബിൻ ജോസഫ്, എഡിറ്റർ ഡോക്ടർ ബിജോയ്, മെന്റൽ ഹെൽത്ത് വിങ് ഭാരവാഹികൾ ഡോക്ടർ മുരളി, ഡോക്ടർ അജു ജോസ്, ഡോക്ടർ ഹനി ഹസൻ, സീനിയർ ലീഡേഴ്സ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വിശിഷ്ട സ്പീക്കർ നമ്മുടെ സ്പീക്കർ ഡോക്ടർ അരുൺ ബി നായർ, വളരെ വളരെ അവസരോചിതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് ഞാനിത് ഇതിനെ കാണുന്നത്. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, നമ്മൾ എങ്ങനെ നമ്മുടെ സബോർഡിനേറ്റ്സ്, നമ്മുടെ ജൂനിയേഴ്സിനെ നമുക്ക് എങ്ങനെ മെന്റർ ചെയ്യാം. നമ്മുടെ ലൈഫ് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, ഇത്തരത്തിലുള്ള പല മേഖലകളിലും നമുക്ക് അനുഭവിക്കുന്ന പല രീതിയിലുള്ള സ്ട്രെസ്, നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പല സംവിധാനങ്ങളുടെ സിസ്റ്റം ഫെയിലിയേഴ്സിന്റെ അതിന്റെ സ്ട്രെസ്, പിന്നെ നമ്മൾ പൊതുജനവുമായിട്ട് ഇടപഴകുന്ന ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു വിഭാഗം ജീവനക്കാരായതുകൊണ്ട് അവിടെ നിന്നും വരുന്ന സ്ട്രെസ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ അതിന്റെ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അതിന്റെ ഒരു ഭാഗമാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ആരോഗ്യ പ്രവർത്തകർ. അപ്പം ഇത്തരത്തിലുള്ള പല രീതിയിൽ നമുക്ക് ഈ ഒരു വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മളെല്ലാം പേരൻസ് ആണ്. നമ്മളെ ഗുഡ് പേരന്റിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം പേരൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആ സൗഹൃദം ഏത് തരത്തിൽ, എത്രത്തോളം വേണം, എവിടെ നമുക്ക് ഘടിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് അവരെ ഗുണദോഷിക്കാൻ പറ്റും. പഴയ രീതിയിൽ ഉള്ള പേരന്റിങ് അല്ല ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം പണ്ട് ചെയ്തിരുന്ന പലതും ഇപ്പം ചൈൽഡിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ റൈറ്റ്സിനെ ബാധിക്കുന്നതാണ്. അപ്പം ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ മെന്റർ ചെയ്യാൻ പറ്റും,
നമ്മൾ ഒരു സർജൻ പഠിച്ചിറങ്ങുമ്പം MS ഡിഗ്രി കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാറന്മാർ പറയുന്നത് ഏതെങ്കിലും നല്ല സർജൻ്റെ കൂടെ പോയി നിന്ന് കൈ തെളിയിട്ടേന്ന്. അപ്പൊ കൈ ആക്ച്വലി ചെയ്ത് തെളിയുന്നത് മാത്രമല്ല, നമ്മൾ അവിടെ പോയി ആ വ്യക്തി എങ്ങനെ, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ്ഡ് സർജൻ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പേഷ്യന്റ് അടുത്ത് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്, ഒരു അൺഫോർസീൻ പ്രശ്നം അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു മുതലായ കാര്യങ്ങളിൽ നമുക്ക് മെന്ററിങ് വേണം. അങ്ങനത്തെ തരത്തിലുള്ള മെന്ററിങ് ഇല്ലാതെ വരുന്നവരാണ് പലപ്പോഴും പോയി പല പ്രശ്നങ്ങളിലും പെട്ടുപോകുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ടോപ്പിക്ക് വളരെ പ്രസക്തിയുള്ളതാണ്. അത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി അതിലും വളരെ ഒരു സ്പീക്കർ എന്ന നിലയിൽ മാത്രമല്ല, ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി കൂടിയായ ഡോക്ടർ NB നായരാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ ഏറ്റവും നല്ല രീതിയിൽ നടക്കട്ടെ എന്നും മെന്റൽ ഹെൽത്ത് വീക്കിന്റെ ഈ പ്രോഗ്രാംസ് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JKG. താങ്ക് യു ശ്രീകാന്ത് സാർ. അടുത്തതായിട്ട് നമ്മുടെ ഈ മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഡോക്ടർ ബിജോയ് CP, മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ബിജോയ് CPയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK, സെക്രട്ടറി ഡോക്ടർ ജോബിൻ, ട്രഷറർ ഡോക്ടർ ശ്രീകാന്ത്, KGMOയുടെ മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ മുരളീധരൻ, പ്രിയ സുഹൃത്തുക്കളായ അജു, ഡോക്ടർ ഹാനി, ഇന്നത്തെ സ്പീക്കർ ഡോക്ടർ അരുൺ സർ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഈ ജോയിൻ ചെയ്ത 347 KGMOA അംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ. ഇന്നത്തെ സെഷന്റെ റിലവൻസിനെ പറ്റി തുടക്കം മുതൽ ഡോക്ടർ മുരളീധരൻ സാർ മുതൽ ഏറ്റവും അവസാനം സംസാരിച്ച ശ്രീകാന്ത് സാർ വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയൊരു സംസാരത്തിന്റെ സമയമല്ല എന്ന തിരിച്ചറിവുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന ഒരു ജനറേഷനിൽ നിന്ന് ഇപ്പോ ജെൻ സിയിൽ നിന്നും ജെൻ ആൽഫയുടെയും വക്താക്കളായ കുട്ടികളെടുത്ത് നമ്മളൊക്കെ എസ് എ പാരന്റ് ഓഫ് 2 kids വളരെ ആകാംക്ഷയോടുകൂടി ഈ ക്ലാസ് ഉറ്റുനോക്കാൻ വേണ്ടി ഞാനും ഇരിക്കുകയാണ്. സോ നമ്മൾക്ക് സമയം കളയാതെ സെഷനിലേക്ക് പോകാമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. JKGMI. താങ്ക് യു ഡോക്ടർ ബിജോയ്. ഇത് ഡോക്ടർ സുരേഷ് TN സാർ ഉണ്ടോ മീറ്റിംഗിൽ? ഇല്ലെങ്കിൽ ഈ സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ അജു ജോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട സംസ്ഥാന നേതൃത്വം, ഇന്നത്തെ സ്പീക്കർ ഡോക്ടർ അരുൺ B നായർ, മെന്റൽ ഹെൽത്ത് വിംഗ് ചെയർമാൻ, സംസ്ഥാന സമിതി അംഗങ്ങളെ, ജില്ലാ നേതൃത്വം, KGMA സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ 350-ൽ പരം പാർട്ടിസിപ്പൻസ് ഈ ഗ്രൂപ്പിലുണ്ട്, ഈ സൂം മീറ്റിംഗിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പരിചിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ അരുൺ B നായർ എന്ന് വിശ്വസിക്കുന്നു. എന്നാലും എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറയുന്ന അദ്ദേഹത്തെ ഫോർമലി ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കിടക്കട്ടെ. Dr. Arun B. Nair. He is Professor of Psychiatry in Government Medical College, Thiruvananthapuram, an Honorable Consultant Psychiatrist, Sri Chitra Tirunal Institute of Medical Sciences and Technology. He is the author of 27 books, including The Miracle of Human Bonding and Live, Learn, Look Bright. He has published research papers on substance use disorders, adolescent suicide, child abuse, psychosomatic disorders, vitamin D and mental health, etc. He has presented several papers in international as well as national conferences. He has authored chapters in 5 textbooks in medicine. Dr. Arun B. Nair has conducted over 3,000 episodes of health and social awareness programs in various TV channels. He was the judge of the reality show Made for Each Other in Manavil Manovarma and the civil service interview model program One in Millions in Amrita TV. He has conducted over 500 talks in All India Radio. He is the recipient of several awards, including Occasional Excellence Award of Rotary International, Manava Seva Ratna Puraskaram, P. Keshavadeva Award, IMA Media Award, Distinguished Alumnus Award, TMCCA, etc. He is also certified by the Asia Book of Records for the largest suicide prevention radio program across the nation. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച വ്യക്തികളെല്ലാം പറഞ്ഞതുപോലെ ടൈംലി റിലവന്റ് ആയ അങ്ങനെ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും ആപ്റ്റ് ആയിട്ടൊരു സ്പീക്കറെ കിട്ടാനില്ല എന്നുള്ള എനിക്ക് വിശ്വാസം. ഈ ഈസ് ഇന്ത്യയുടെ പ്രൈഡ് ഓഫ് എൻ്റയർ സൈക്യാട്രിക് ഫ്രറ്റേണിറ്റി. താങ്ക് യു. ഓക്കെ, ഏതായാലും നമ്മൾ കാത്തിരുന്ന ഈ സെഷനിലേക്ക് പോവുകയാണ്. ഹാർദവപൂർവ്വം നമ്മൾ ഡോക്ടർ അരുൺ B. സാറിനെ ഈ സെഷൻ നടത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട മുരളീധരൻ സർ, KGMOയുടെ പ്രസിഡന്റ് സുനിൽ സർ, മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഡോക്ടർ അജു, ഡോക്ടർ ഹനി ഹസൻ, എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട്
നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. വിഷയത്തിന്റെ ഒരു തലക്കെട്ട് പറഞ്ഞ സമയത്ത് തന്നെ സമീപകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുമായും കൗമാരപ്രായക്കാരുമായും യുവാക്കളുമായും ബന്ധപ്പെട്ട സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് മുരളി സാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ ഒരു ടൈറ്റിൽ മെന്ററിങ് ദ യങ് ജനറേഷൻ എന്നുള്ള തരത്തിലേക്ക് വയ്ക്കാൻ തീരുമാനിക്കുക. അപ്പൊ എന്താണ് ഈ മെന്ററിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെന്ററിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹാൻഡ് ഹോൾഡിങ് എ പേഴ്സൺ. കാരണം വി നോ ദാറ്റ് human infant is the most helpless infant in the living world. ജീവജാലങ്ങളുടെ ഇടയിൽ ഏറ്റവും നിസ്സഹായനായ ശിശുവാണ് മനുഷ്യ ശിശു എന്ന് പറയുന്നത്. Most of the other animal kids become independent and active within a short span of time. But for the human infant to become at least physically active and independent and able to walk, it takes at least 1 year. And maybe at least 2 decades of life is necessary before he becomes financially and socially independent. അത്രയും കാലം ഈ പറയുന്ന ഒരു ഹാൻഡ് ഹോൾഡിംഗ് പ്രോസസ്സിലൂടെ തന്നെയാണ് ഓരോ കുട്ടിയുടെയും വളർച്ചയും വികാസവും നടക്കുന്നത്. പക്ഷേ സാമ്പത്തികമായി സ്വാതന്ത്ര്യം കൈവരിച്ചതിന് ശേഷവും പിന്നീട് എത്രയോ കാലം അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ച് പതിയെയാണ് ഒരു പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് സത്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മെന്ററിങ് ദ യങ് ജനറേഷൻ എന്നൊരു സംഗതി പറയുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ അവസാനം സംസാരിച്ച ബഹുമാനപ്പെട്ട മാനേജിംഗ് എഡിറ്റർ ചില പദപ്രയോഗങ്ങൾ ജൻ സി, ജൻ ആൽഫ തുടങ്ങിയ സംഗതികൾ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ആശങ്കയിൽ ഇരുന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം വീണ്ടും കിട്ടിയത്. നമ്മൾ ആ ഒരു വ്യത്യസ്ത ജനറേഷനുകളെ ഒന്ന് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടം തൊട്ട് ജനിച്ച ആളുകളെയൊക്കെ ഒരു 10-20-25 കൊല്ലത്തിന്റെ ഒരു കാലദൈർഘ്യത്തിന്റെ ഇടയിൽ വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്തു. 1901 മുതൽ 1924 വരെ ജനിച്ച ആളുകളെ, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 24 വർഷത്തിനുള്ളിൽ ജനിച്ച ആളുകളെ ദി ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ അടുത്ത ഒരു തലമുറ 1925 തൊട്ട് 1945 വരെ ജനിച്ച ആൾക്കാരെയൊക്കെ ദ സൈലന്റ് ജനറേഷൻ, ശബ്ദമായ ഒരു തലമുറ എന്നുള്ള തരത്തിൽ വിശേഷിപ്പിക്കുകയുണ്ടായി. 1945 തൊട്ട് 64 വരെ ഉള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെ ബേബി ബൂമർ ജനറേഷൻ എന്ന് വിളിക്കുന്നു. ജെൻ എക്സ് അല്ലെങ്കിൽ ജനറേഷൻ എക്സ് എന്ന് പറയുന്നതാണ് 1965 തൊട്ട് 1979 വരെയുള്ള ആളുകൾ. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒട്ടേറെ ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകൾ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് കരുതുന്നു. പിന്നീട് മില്ലേനിയൽസ് എന്ന് പറയുന്ന വിഭാഗമാണ് 1980 തൊട്ട് 1994 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തികൾ. 1995 തൊട്ട് 2012 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തികളെയാണ് ജനറേഷൻ സി അല്ലെങ്കിൽ ജെൻ ഇസെഡ് എന്ന് പറയുന്നത്. 2013 തൊട്ട് 2025 വരെ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെയാണ് ജെൻ ആൽഫ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നിലവിലുള്ള ജനറേഷൻസ്. അതിൽ അവസാനം പറഞ്ഞ ജെൻ സിയും ജെൻ ആൽഫയും ഈ രണ്ട് സംഗതികളെ അല്ലെങ്കിൽ ആ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി പീപ്പിൾ and the present day youth. Present day youth എന്ന് പറയുമ്പോൾ Gen Z and Gen Alpha ആണ് ഉദ്ദേശിക്കുന്നത്. What is the difference between we and that generation? എപ്പോഴും every generation has a negative antagonistic attitude towards the next generation. It has been there since time immemorial. It will continue even in future. So this is an attitude where we think that once the next generation has come in, everything in the world has been spoiled. They have loose morals. They have absolutely no ethics. They are not empathetic. They are not compassionate. They are not responsible. And they are ruining the world with their hedonist habits. That is the way in which every generation perceives the next generation. And this attitude is called juvenoia in English. Juvenoia. Juvenoia is a neologism. It is a combination of juvenile plus paranoia. So paranoia about the juveniles.
യുവതലമുറയെ കുറിച്ചുള്ള ഒരു സംശയപ്രകൃതം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ജുവനോയ്യ എന്ന് പറയുന്നത്. നമ്മുടെ പാരന്റ്സ് നമ്മളെ കുറിച്ച് ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ അടുത്ത തലമുറയെ കുറിച്ച് പറയുന്നു. ഇനി അവര് പാരന്റ്സ് ആയി മാറുമ്പോൾ അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് വെരി പെർപെച്വലി പ്രസന്റ് ഇൻ ദിസ് വേൾഡ്, ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ജുവനോയ്യ. But juvenoia apart, the fundamental difference between our generation and the next generation is probably we were born in a world where digital technology and internet was non-existent, while Gen Z was born into a world where digital technology had surfaced. The Gen Alpha is born into a 100% digitalized world. പ്രോബബ്ലി ഈ യുവതലമുറ അവർ ആദ്യം കേട്ട സംഗീതം മൊബൈൽ ഫോണിന്റെ ശബ്ദമായിരിക്കാം. നമ്മളൊക്കെ ജീവിതം ഒരു പകുതി എത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ഡിജിറ്റൽ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കിയതും അതിനെ പരിചയപ്പെട്ടതും. ഇതുമൂലമുള്ള ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇമാജിൻ അവർ അഡോളസൻസ് when we are studying in high school classes or college. The most important way to get happiness for us was to connect with our friends. Human connect was the most important source of happiness. Go out and mingle with friends, chat with them, engage in some social or political or organizational activities, engage in sports activities. So every activity which used to give us happiness involved human connect. What about the present generation? Do they need a human connect to become happy? Absolutely not. They're very happy sitting isolated in their room, engrossed in a digital device, absolutely devoid of human connect. And this phenomenon has led to something called social disconnection syndrome among the young generation. The social disconnection syndrome which the youngsters are suffering from or enduring, it is characterized by 3 or 4 important features. Number one is the lack of necessity of human connect to experience happiness or get a sense of well-being. Number 2 is exposure to unlimited amount of knowledge and stimuli through the visual media. Number 3 is engaging in virtual connect more than real life connect. And number 4 is lack of transparency in lifestyle. ഈ നാലാമത് പറഞ്ഞ സംഗതിയുടെ ഒരു അർത്ഥം ഒന്ന് വിശദീകരിക്കാൻ തോന്നുന്നു. ഹ്യൂമൻ ബീങ്സ് ഹാവ് ഗോട്ട് 3 faces എന്ന് പറയാറുണ്ട്. One is the public face, which we demonstrate in front of everybody. Second is a private face, which only very close people in our circle, maybe very close family members and handful of intimate friends may be exposed to. And then there is a third face, which is a face which only we know, nobody else knows anything about that third face. So ഇന്നത്തെ ഈ ജെൻ സി ജെൻ ആൽഫ ഗ്രൂപ്പിന് ഈ മൂന്നാമത്തെ ഫേസ് വളർന്ന് വലുതായിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവരുടെ ആത്മസുഹൃത്തുക്കൾക്ക് പോലും ധാരണയില്ലാത്ത അവസ്ഥ, രക്ഷിതാക്കൾക്ക് ഒരു തരത്തിലുള്ള ധാരണയില്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് ഈ ജനറേഷന്റെ സോഷ്യൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്. എന്തുകൊണ്ട് ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ അപകടകരമാകുന്നു എന്നുള്ളതിന് അല്പം സയന്റിഫിക് എക്സ്പ്ലനേഷൻ വേണം. ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ച് ലോകത്ത് നടന്ന ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും വലുതുമായിട്ടുള്ള പഠനം, the Harvard Human Development Study or the GRAND study. It is an experimental study which was initiated in Harvard University way back in 1938. A group of researchers from the Department of Psychology in Harvard, they did this experiment on the undergraduate students who joined the Harvard University. All those students, they were interviewed. Their childhood, their relationship with their family members, their parents, their siblings, their peers, everything was meticulously analyzed. The romantic inclinations, aptitudes, everything was analyzed. They were followed up during the course of the study in the college. And even after they had graduated from the institution, the researchers went and met them at least once in a year to see the important milestones of development and progress in their life. And they were followed up to the point of their death. The study is now 86 years old. The 4th generation researchers are now heading the trial. More than 30,000 students have participated already in the study. The study has
brought forth 5 important factors which enhance the lifespan of human beings. Number 1 is proper exercise. Number 2 is regular healthy diet. Number 3 is abstaining from alcohol completely. Number 4 is doing away with all kinds of tobacco products, be it chewed products or smoked products. But there is a 5th factor, which is the most important factor which enhances the lifespan of a human being. And that is nothing but the quality of human relationships established during childhood and adolescence. Yes, the quality of human relationships established during childhood and adolescence is the most important factor which enhances the longevity, the lifespan of a human being. അപ്പോൾ ഓർക്കുക, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ഒരു സംഗതി പൊതുവെ നമ്മുടെ യുവതലമുറയ്ക്ക് അവരനുഭവിക്കുന്ന ഈ സാമൂഹിക വിച്ഛേദനത്തിന്റെ പരിണിത ഫലമായി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം. So that is why this topic becomes very significant in modern times. Another difference between our generation and the youngster generation of the present day is maybe because the younger generation is submerged in too much of digital stimuli right from a very young age itself. It has influenced their behavior in a certain way. You know, during our younger days, if we wanted to watch a movie, we had to physically go to the cinema theater, wait in a queue. Sometimes if it is the release date of a movie, we may not get a ticket. We may reserve a ticket for another day and go to some other place, come back and watch the movie on another day. We wanted to have some variety food materials from a hotel. We needed to go there physically and sit there and wait for our turn and order the food. If somebody wanted to profess their love to somebody, most people did not have the courage to do so at the face of the person. So they may write a letter or entrust a mediator, a hamsam, to hand over the communication to the concerned person. And we needed to wait for the reply of that person. So the moment from which a desire originated in our mind and the moment at which that desire was realized in practicality, there used to be a time gap. And this time gap used to give us the possibility to adapt to contemplate, to come to terms with the 2 possible outcomes of our desire. Our desire may be satisfied, it may not be satisfied. Our brain had sufficient time to contemplate the 2 outcomes of our desire. So the end result was that even if by any chance our desire was not satisfied, we wait in a queue for a long time, we don't get a ticket. Of course, we have a plan B to go to the beach and spend some time there. We have a plan B if we are unable to get our dish of choice from a restaurant. We may order something else. And even if our romantic proposition is turned down by somebody, people used to think that there is much more fish in the sea. Let's go away. That used to be the scenario. What happens to the present digital generation? I would use the term digital generation to refer to the Gen Z and Gen Alpha in total. The digital generation, you see, if they want to watch a movie, just take the mobile and a couple of clicks. If they want to order some food, again, a couple of clicks. They want to profess their love to somebody, they don't even need to do a couple of clicks, just send one emoji. The response to the desire is also very instantaneous gratification of desire. What happens is that there is no time gap between the moment at which the desire is brewed in the brain and the moment at which it is realized. So our brain does not get sufficient time to contemplate the 2 outcomes. And as a result, by nature, the digital generation is incapable of accepting no as an answer. Of course, there are exceptions to every rule. This rule also has exceptions. But in general, those people who are digitally engrossed spend a lot of time in digital devices, satisfy their desires using the digital technology. They are impulsive, impatient by nature,
thanks to this particular phenomenon which I have pointed out. So that is the reality of the present generation. So maybe this could explain the quite large number of crimes of passion which was very prominent in our society till very recent times. If somebody breaks up from a love affair, throwing acid in the face of the ex-lover or trying to kill the ex-lover, that's a routine fare over the last few years, used to repeatedly happen. Now it has progressed to the next level, the level in which a person attempted to murder half a dozen of his family members, a situation in which 10 standard students have ganged up and used certain devices to assault and annihilate one of their own batchmates or classmates, a person of their own age. That is the situation which we have reached right now. So after understanding these fundamentals, let us go to the situations which are happening at home and school, because certain things happening in our homes and school can also explain why this phenomenon is happening. Let's go to our homes. Most of our homes, the doctors are extremely busy, as we know. Most of you be having a busy time in the hospital, and even after coming back from hospital, you have to spend some time for your practice. A lot of people are coming to you, entrusting their faith on you, dependent on you for their health. It's a very beautiful thing to treat a person and to cure him. The most beautiful experience in the world, I should say. A doctor is experiencing that. But meanwhile, what happens in the house of a doctor? Maybe the usual government official who is doing a 10 to 5 job reaches home by 5:30 or 6, has some time to spend with his kids, with his spouse, may be able to do some agricultural activities in his own place. He may have a better chance to spend time with his growing up children, talk to them, listen to them. What about a doctor who is engrossed in seeing patients till 8 or 9 or 10 p.m. at night? How much quality time he'll be able to get his own kids? It's question number one. Because when we ask adolescents about why adolescents are going in this state of affects, most of the adolescents give a universal complaint that nobody is willing to listen to us. ഞങ്ങളെ കേൾക്കാൻ ആരും തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രയാസം വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛൻ പറയാൻ തുടങ്ങും, ഞാൻ പണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ താഴെ ഇരുന്ന് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിച്ച കാലം, നദി നീന്തി കടന്നുപോയി SSLC പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച കഥ, ഇങ്ങനെ കുറെ കഥകളാണ് പറയും. അവർ ഞങ്ങൾ പറയുന്നത് കേൾക്കാനേ തയ്യാറാകുന്നില്ല. ഈ കാലഘട്ടവും അവരുടെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ പോലും അവർ തയ്യാറാകുന്നില്ല. They are not willing to listen. So fundamentally, one of the most important complaints raised by the younger generation, especially the adolescents, is that they say that nobody at their home is willing to give them a patient ear. Nobody at their home is willing to listen to them. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. ഇനി what happens in school? സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ fiercely competitive education system, an academic education system which focuses on fierce competition and comparison. Comparison is, of course, the byproduct of competition, or maybe the way to achieve competition. So this competition is so intense that teachers start comparing one kid with another. The persons who get first rank in academics, first position in artistic programs, and maybe in sports, they are celebrated. But does any school celebrate an act of kindness done by any one of their students? It's a fundamental question. ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ അവിടെ പഠിച്ചൊരു കുട്ടി ചെയ്ത കാരുണ്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു മുഹൂർത്തത്തെ അഭിനന്ദിക്കുകയോ ആഘോഷിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. 1ാം റാങ്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നവനും കായിക മത്സരത്തിലും കലാമത്സരത്തിനും കലാപ്രതിഭയും കായിക പ്രതിഭയൊക്കെ ആവുന്ന മനുഷ്യനൊക്കെ വലിയ സ്വീകരണവും
അംഗീകാരവും. റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ, കണ്ണ് കാണാൻ വയ്യാത്ത ഒരു വ്യക്തിയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു എന്ന പേരിൽ 5 മിനിറ്റ് താമസിച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടിയോട് അധ്യാപകർ എന്തായിരിക്കും പറയുക? വീട്ടിലേക്ക് ഇതേ കാരണം കൊണ്ട് താമസിച്ചു വരുന്ന ഒരു കുട്ടിയോട് രക്ഷിതാക്കൾ എന്തായിരിക്കും പറയുക? മിക്കവാറും എല്ലാവരും പറയാൻ തോന്നുന്നു, നിനക്ക് സ്വന്തം കാര്യം നോക്കിയാൽ പോരെ എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ എന്നുള്ള ഈ ഒരു സംഗതി ഒരു സ്വയം കേന്ദ്രീകൃത വ്യക്തിത്വമായിട്ട് കുട്ടികളെ മാറാൻ കാരണമാകുന്നു, കുട്ടികളെ മാറ്റിയെടുക്കാൻ കാരണം. നമ്മൾ ഓർക്കണം, ഈ ഫിയേഴ്സ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് സ്പ്രെഡ് ചെയ്യുന്ന പേരൻസ് എല്ലാം നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. നമ്മുടെ ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടുകയാണ്. കാരണം ഒട്ടും അനുതാപമില്ലാത്ത, എംപതി ഇല്ലാത്ത, എക്സ്ട്രീംലി മെറ്റീരിയലിസ്റ്റിക് ആയ, ഫിയേഴ്സ്ലി കോമ്പറ്റേറ്റീവ് ആയ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണൊരു വാസ്തവം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന മനുഷ്യനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം, ഈ കമ്പാരിസൺ വീട്ടിൽ നടക്കുന്നു, വിദ്യാലയങ്ങളിൽ നടക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കുട്ടികളെല്ലാം കോളേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പാരന്റ്സ് കമ്പാരിസൺ ഒക്കെ നിർത്തും. കാരണം അവനൊരു വഴിയായല്ലോ. ടീച്ചേഴ്സും കമ്പയർ ചെയ്യുന്നത് നിർത്തും. കാരണം കോളേജിലൊന്നും എത്തിക്കഴിഞ്ഞാൽ, അത് ഏത് കോളേജാണെങ്കിലും, പ്രൊഫഷണൽ കോളേജ് ആണെങ്കിലും ആർട്സ് കോളേജ് ആണെങ്കിലും, ഇവിടെ അധ്യാപകർ ഈ കുട്ടികളെ തമ്മിൽ കമ്പയർ ഒന്നും ചെയ്യാനൊന്നും നിൽക്കാറ്. പക്ഷെ ആ ഒരു പ്രായം, ഒരു 17-18 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ സ്വയം തങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങും. Children, the adolescents will start comparing themselves with others. ഒരുപാട് കാര്യങ്ങൾ, പഠിത്തം മാത്രമല്ല, സൗന്ദര്യം, ഫാഷൻ, digital gadgets which are available at their disposal, the amount of money they get to spend every day for their day-to-day affairs. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സ്വയം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു മനസ്ഥിതിയിലേക്ക് കുട്ടികൾ എത്തിച്ചേരുകയാണ്. എന്താ ഇതിന്റെ അടിസ്ഥാനം? നമ്മൾ ചെറുപ്പത്തിലേ കടത്തിവിട്ട ആ ഫിയേഴ്സ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് കുട്ടികൾ ഈ ഒരു പെരുമാറ്റം. ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ടോട്ടൽ ഇൻടോളറൻസ്, inability to appreciate and tolerate anything else around them, inability to tolerate difference of opinion, inability to come to terms with the success of another person. ഇതെല്ലാം അവരുടെ മനസ്സിനെ ഒരു വളരെ ദുഷിച്ച ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഇനി അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മുടെ താരതമ്യം. അയൽ വീട്ടിലെ ആരെങ്കിലും ഒരു പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും മലയാളികൾ പൊതുവെ അസഹിഷ്ണുക്കളായി മാറാം. അവൻ ആ കാർ വാങ്ങിയത് മറ്റെന്തെങ്കിലും കുതന്ത്രം വഴിയായിരിക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ ഇതും അടുത്ത ഒരു പ്രശ്നമാണ്. മൈ വിക്ടറി ലൈസ് ഇൻ ദ ഫോൾ ഓഫ് മൈ നെയ്ബർ. എന്റെ വിജയം എന്റെ അയൽവാസിയുടെ പരാജയത്തിലാണ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫിയും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തിവിടുകയാണ്. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ അയൽവാസിയെ കുറ്റം പറയുകയും മറ്റു ബന്ധുക്കളെ കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ രക്ഷിതാവും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരെ തന്നെ കുറ്റം പറയാനായിട്ട് സ്വന്തം മക്കളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും കുറ്റം പറയാൻ കഴിയുന്ന, ആരുടെയും സ്വഭാവത്തിൽ നല്ലത് കാണാൻ കഴിയാത്ത, ആരുടെയും വൈകാരിക പ്രയാസങ്ങളുമായി തന്മയീഭാവം സാധ്യമല്ലാത്തൊരു തലമുറയെ നമ്മൾ ഇതുവഴി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവര് നാളെ അക്കാദമികമായ മികവ് നേടി വിദേശ രാജ്യങ്ങളിൽ പോയി ഏറ്റവും ഉന്നതമായ പദവികളിൽ വിരാജിക്കും. നിങ്ങൾ ശയ്യാവലംബിയാകുന്ന സമയത്ത് ഒരു ഹോം നേഴ്സിനെ അവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യും. ദാറ്റ് ഇസ് എ റിയാലിറ്റി ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അറ്റ് ദാറ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, the economic survey which was tabled in the parliament along with budget mentioned about mental health as an important determinant of economic progress of the country. Very clearly mentioned in the economic survey that unidentified and untreated mental health problems lead to reduced productivity of the individual,
which translates into reduced productivity of the organization in which he is working and into economic backwardness of the state or the nation. It very clearly mentioned that 10.69% of the total population of India is suffering from at least one mental health problem which requires intervention. And untreated mental health problems are an important cause of economic problems in our country. Another paragraph is dedicated to how the digital devices impact the behavior of children. Prolonged use of digital devices, especially cartoons, online games, and other visual media which portrays high-speed visual content, that will create a situation of reduced attention span, hyperactivity, and irritable, aggressive behavior in children. ഇതെല്ലാം കൂടെ സംയോജിച്ചു വരുന്ന ഒരു വിഷയമാണ്. ഓർത്ത് നോക്കുക, already socially disconnected ആയ ഒരു generation who are impulsive and impatient because of the convenience of the modern digital life, who become inattentive, hyperactive, and aggressive thanks to the digital addiction. ഇവരിലേക്ക് നാലാമതൊരു പ്രഹരമായിട്ട് വരികയാണ് സബ്സ്റ്റൻസ് യൂസ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം. വർഷങ്ങൾക്ക് മുൻപൊക്കെ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അറിയാം. അന്നത്തെ ലഹരി വസ്തു എന്ന് പറയുന്ന സിഗരറ്റും മദ്യവും ഒക്കെയാണ്. രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആ ഗന്ധം വഴി തിരിച്ചറിയാം. മദ്യം ഉപയോഗിച്ച ആളിനെ ബോഡി പോസ്റ്ററിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും തിരിച്ചറിയാം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം കഴിഞ്ഞ് കഞ്ചാവും പിന്നെ സ്റ്റിമുലന്റ് മെഡിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മസ്തിഷ്ക ഉത്തേജക സ്വഭാവമുള്ള രാസലഹരി പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് ഈ MDMA അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെത്ത് എന്നൊക്കെ പറയുന്ന സ്റ്റിമുലൻ വിഭാഗത്തിൽപ്പെട്ട രാസലഹരികൾ ഉപയോഗിച്ച ഒരു വ്യക്തിയെ പ്രഥമ ദൃഷ്ടിയ കണ്ടാൽ തിരിച്ചറിയാൻ നിവൃത്തിയില്ല. ഒന്ന്. രണ്ട്, മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ എനർജിക്ക് കുറച്ച് പോരായ്മകൾ വരും. കുറെ തെറി വിളിക്കും, അടിക്കാനും ഇടിക്കാനും ഒക്കെ ആൽക്കഹോൾ ഒരു മസിൽ റിലാക്സന്റ് ആയതുകൊണ്ടും മറ്റു പലതരം കാര്യങ്ങൾ കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ട് വരും. ഗേറ്റ് ഇൻസ്റ്റെബിലിറ്റി അടക്കമുള്ള കുഴപ്പങ്ങൾ അതിന് പ്രശ്നമായിട്ട് വരികയും ചെയ്യും. പക്ഷെ ഈ സ്റ്റിമുലൻ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്ന മനുഷ്യന് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവന്റെ ഫിസിക്കൽ എനർജി ഈസ് ഇൻക്രീസ്ഡ്. അപ്പൊ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഗ്രസീവ് ലെവലിലോട്ട് ഈ സ്റ്റിമുലൻ മെഡിക്കേഷൻ മനുഷ്യനെ എത്തിക്കുകയാണ്. നമുക്കറിയാം, ഏത് സബ്സ്റ്റൻസ് യൂസ് ചെയ്താലും ബ്രെയിനിലെ ഡോപ്പമിന്റെ അളവ് കൂടും. And dopamine increase beyond a certain level can lead to disinhibited behavior and aggressive behavior. മാത്രമല്ല, most of these substances adversely affect the functioning of the prefrontal cortex, as a result of which our logical thinking is compromised and we start behaving in a hyper emotional manner. ഈ ഹൈപ്പർ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓർത്തു നോക്കുക, വളരെ ചെറുപ്പത്തിൽ തുടങ്ങി ഇപ്പോൾ വരെ നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ സങ്കീർണമായ അവസ്ഥകളുടെ ഒരു ഫലമാണ് ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്നത് അഗ്രഷൻ. വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കേരള സൊസൈറ്റി ഇസ് നൊട്ടോറിയസ് ഫോർ എക്സിബിറ്റിംഗ് വാട്ട് എവർ വി ഹാവ് at its murderous best. If you have got money, you will buy the biggest car available in the world, construct the biggest house in the world, wear most flashy costumes, and a person who is knowledgeable does not forfeit any opportunity to bombard his pearls of wisdom on uninvited people or uninviting people for that matter. ഈ പ്രദർശനാത്മകത നമ്മുടെ മലയാളി സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. സമ്പത്ത് ഉണ്ടാക്കുക, ആ സമ്പത്തിനെ പ്രദർശിപ്പിക്കുക. ഏറ്റവും വലിയ കാറായാലും, ഏറ്റവും വലിയ വാഹനങ്ങളായാലും, ഏറ്റവും വലിയ വീടായാലും, ഏറ്റവും തിളക്കമുള്ള വസ്ത്രങ്ങളായാലും ആവും. നമ്മുടെ പാണ്ഡിത്യവും കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വിളമ്പി ബാക്കിയുള്ളവരെ വിറപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് ഹയസ്റ്റ് ആയിട്ടുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് നോക്കുക. മോസ്റ്റ് ഓഫ് ദം അഡോപ്റ്റ് എ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ. മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിന് ഓരോ സ്ഥലത്ത് ഓരോ പേരുകൾ പറയുന്നു എന്ന് മാത്രം.
പല ഭാഷകളിൽ അവരുടെ ലോക്കലായിട്ട് ഫിൻലാൻഡിൽ ഒരു പേര് പറയും, നോർവേയിൽ മറ്റൊരു പേര് പറയും എന്ന് മാത്രം. പക്ഷേ ഇതിന്റെയൊക്കെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂസ് ഓൺലി വാട്ട് ഇസ് നെസസറി ഫോർ യുവർ സർവൈവൽ. ഏറ്റവും ധനികനായ മനുഷ്യൻ പോലും അയാൾക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ വലുപ്പത്തിലുള്ള കാർ, മറ്റെല്ലാവരും ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങൾ ധരിക്കും. അറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും വഴി കാണുന്ന ആളുകളെ വിളിച്ചു നിർത്തി തന്റെ വിജ്ഞാനം വിളമ്പാറില്ല. എവിടെയെങ്കിലും ആരെങ്കിലും പ്രഭാഷണത്തിന് വിളിച്ചാൽ മാത്രം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അധ്യാപകനാണെങ്കിൽ ക്ലാസ് എടുക്കേണ്ട സ്ഥലത്ത് മാത്രം തന്റെ വിജ്ഞാനം. അപ്പൊ ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ. ഇതിനോടൊപ്പം മറ്റൊരു ഫാക്ടർ കൂടെ ഉള്ളത്, വി ആർ എ സെമി വെസ്റ്റേണൈസ്ഡ് സൊസൈറ്റി. കേരള സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നത് സെമി വെസ്റ്റേണൈസ്ഡ് സൊസൈറ്റിയാണ്. കാരണം പകുതി വെസ്റ്റേണൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു. വെസ്റ്റേൺ വേൾഡിലെ ഒരുപാട് കാര്യങ്ങൾ, ഫ്രീഡം ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, നമ്മൾ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നു, നമ്മൾ അതുപോലെ ആകാൻ ശ്രമിക്കുന്നു. പക്ഷെ വെസ്റ്റിൽ നിന്ന് നമ്മൾ ഇംബൈബ് ചെയ്യാത്തൊരു കാര്യം, എ സെൻസ് ഓഫ് ഇന്റേണൽ ഡിസിപ്ലിൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ കമ്മ്യൂണിറ്റീസ് ഹാവ്. അവരുടെ ഉള്ളിലുള്ള ഒരു ആന്തരികമായ അച്ചടക്കത്തിന്റെ ബോധം, അത് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല, പ്രാവർത്തിക്കുന്നു. ഓസ്ട്രേലിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പലരും, അവരുടെ ആശുപത്രിയിലെ പഞ്ചിങ് മെഷീനും ഇല്ല, അറ്റൻഡൻസ് രജിസ്റ്ററും ഇല്ല, ഒന്നുമില്ല. അവന്റെ 9 to 5 വർക്കിംഗ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 9 മണിക്ക് കൃത്യം എത്തിയിരിക്കും, 5 മണി വരെ പണിയെടുക്കും, അത് കഴിഞ്ഞു പോകും. എന്തെങ്കിലും കാരണവശാൽ കൃത്യസമയത്ത് പണിയെടുക്കാൻ ഒരു വ്യക്തി വന്നില്ലെങ്കിൽ ആ മനുഷ്യനെ ലോകം മ്ലേച്ഛനായിട്ടാണ് ബാക്കി എല്ലാവരും കാണുന്നത്. ഇവിടെ എങ്ങനെയാ സ്ഥിതി? ഇവിടെ ജോലി എടുക്കാതെ ശമ്പളം വാങ്ങി പോകുന്ന ഒരു മനുഷ്യനെ സമർത്ഥനായിട്ട് നമ്മൾ കരുതുന്നു, അതുപോലെ ആവാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഇന്റേണൽ സെൻസ് ഓഫ് ഡിസിപ്ലിൻ നമുക്കില്ല, ഡ്യൂ ടു വേരിയസ് റീസൺസ്. കുട്ടികളെ ഡിസിപ്ലിൻഡ് ആക്കി മാറ്റാനൊക്കെ ശ്രമിക്കുമെങ്കിലും വി ആർ പുവർ റോൾ മോഡൽസ് ഇൻ ദ മാറ്റർ ഓഫ് ഡിസിപ്ലിൻ. അവരുടെ മുൻപിൽ നമ്മൾ അത്ര നല്ല മാതൃകകളാകാത്തത് തന്നെ ആ ഡിസിപ്ലിനിങ് പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി now let us discuss about the possible solutions we have. Let's start from home. There are different kinds of parentings which are used. Most of us resort to something called instinctive parenting. Instinctive parenting എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ രക്ഷാകർത്താക്കൾ എങ്ങനെ വളർത്തിയോ അതേ രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തും. തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചത് കൊണ്ടാണ് നമ്മൾ നന്നായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, തെങ്ങ് കിട്ടാനില്ലാത്തതുകൊണ്ട് വേറെ കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അടിച്ച് റെഡിയാക്കാൻ ശ്രമിക്കും. ഓഫ് കോഴ്സ് ഈ ഒരു പാരന്റിങ് രീതിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ഓവർ ദ ലാസ്റ്റ് 3 decades പ്രോബ്ലി. അന്ന് ഈ പറഞ്ഞതുപോലെ അടി കിട്ടുന്ന ഒരു കുട്ടിക്ക്, 30 കൊല്ലത്തിന് മുമ്പ് അടി കിട്ടുന്ന ഒരു കുട്ടിക്ക് അവന് പോയി കളിക്കാനും കണക്ട് ചെയ്യാനും അവന്റെ പ്രായത്തിലുള്ള കൂട്ടുകാര് ഒന്നുകിൽ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നു. So that human connect used to dissolve the emotional trauma associated with corporal punishment. Corporal punishment കിട്ടുന്ന സമയത്ത് അടിയുടെ വേദനയല്ലല്ലോ, അടിച്ചു എന്ന വസ്തുത നമുക്കുണ്ടാകുന്ന അഭിമാനക്ഷതവും അനുബന്ധമായ വൈകാരിക പ്രശ്നങ്ങളുമാണല്ലോ. അതിനെ അങ്ങ് ലഘൂകരിക്കാനായിട്ട് നമ്മുടെ ഈ സൗഹൃദങ്ങൾ സഹായിച്ചു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയ കുട്ടിയാണ്. അടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് അടിച്ചു, എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അടിച്ചു, അവർക്ക് എന്നെ വെറുപ്പാണ്, ഞാൻ അവർക്കൊരു ബാധ്യതയാണ്. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? യു ഡു സംതിങ് വെരി ഇമ്പൾസീവ്. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഈ ഒരു തരം പേരന്റിങ് അല്ല നമുക്ക് വേണ്ടത്. വി നീഡ് സംതിങ് കോൾഡ് authoritative parenting. Authoritative parenting is a combination of freedom with responsibility. It's a mixture of affection with discipline. ഈ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന സ്നേഹവും അച്ചടക്കവും, സ്വാതന്ത്ര്യവും ഉത്തരവാദിത്തവും, രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു മാർഗമാണ് ഈ ആധികാരിക രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. എന്നാൽ അതോറിറ്റേറിയൻ പാരന്റിംഗ്, ഏകാധിപത്യ രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞ മറ്റൊരു സംഗതി, where the head of the family dictates terms and the child just obeys it. അതോറിറ്റേറിയൻ പാരന്റിംഗിൽ മുന്നോട്ട് പോയാൽ ഇന്നത്തെ കാലത്ത് ശരിയാകില്ല. കാരണം നിങ്ങൾക്കൊരു ഒരു പരിധിയിൽ കൂടുതൽ ഈ കുട്ടിയെ തോക്ക് ചൂണ്ടി കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് പറ്റില്ല. ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കാതെ, ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ അനുവദിക്കാതെ, +2 വരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പക്ഷേ അത് കഴിഞ്ഞെന്താ സംഭവിക്കുക? അവനെ ചിലപ്പോൾ ഒരു കോളേജിൽ വിടാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് ചേർത്ത് പഠിപ്പിക്കേണ്ടി വരും. വീട്ടിൻ്റെ അടുത്ത് ചിലപ്പോൾ അതിനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല.
ഹോസ്റ്റലിൽ പോകുന്ന ആ കുട്ടി ജീവിതത്തിൽ 18 വയസ്സ് വരെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഒരാൾ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കും, ആസ്വദിക്കും. അത് ദുരന്തങ്ങളിൽ കാര്യങ്ങൾ കൊണ്ട് തന്നെ എത്തിക്കുകയും ചെയ്യും. So the process of making the most helpless infant in the universe the most responsible person who is capable of sending, say, satellites to the space, ആ ലെവലിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി വരുന്ന മിക്കവാറും മാതാപിതാക്കൾ പറയുന്ന ഒരു വലിയ പരാതി, ഒട്ടും അനുസരണയില്ല, പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഇതേ രക്ഷിതാവ് അവൻ 18 വയസ്സ് തികഞ്ഞ് കോളേജിൽ പോയ ശേഷം വന്ന് ആ കുട്ടിയുമായിട്ട് വന്ന് പറയും, ഒരു ഉത്തരവാദിത്വവും ഇല്ല, ഒന്നും സ്വന്തമായിട്ട് ചെയ്യും. അല്ല, ഒരു രാത്രി വെളുക്കുന്നതിന് മുൻപേ സമ്പൂർണ്ണ അനുസരണശീലത്തിൽ നിന്ന് സമ്പൂർണ്ണ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് ഒരു കുട്ടിയെ മാറ്റിയെടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. So the art of making a child a responsible citizen is a phased process. ഘട്ടം ഘട്ടമായിട്ട് പതിയെ പതിയെ നടക്കേണ്ട ഒരു പ്രക്രിയ. ഇവിടെ വളരെ ചെറിയ പ്രായം തൊട്ട് 3-3.5 വയസ്സ് തൊട്ട് we know children develop visual memory. ആ ഒരു കാലഘട്ടം തൊട്ട് 4 വയസ്സ് തൊട്ട് തന്നെ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കും. ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് വൈകുന്നേരം ഡിന്നർ കഴിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് ഗ്ലാസുകൾ കൊണ്ടുവെക്കുക എന്നുള്ള ചെറിയ ഉത്തരവാദിത്വം കൊടുക്കാം. ഇത് നിന്റെ ജോലിയാണ്, ഇത് നീ മാത്രം ചെയ്യേണ്ടതാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ മറ്റാരും ഇത് ചെയ്യില്ല എന്ന് തന്നെ പറയാം. അവനത് കൃത്യമായി ചെയ്യുമ്പോൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, ഒരു നല്ല വാക്ക് പറഞ്ഞ് അവനെ പോസിറ്റീവ്ലി റിവാർഡ് ചെയ്യും. പതിയെ പതിയെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകാം. ഇതിനോടൊപ്പം എംപതി ഡെവലപ്പ് ചെയ്യാനുള്ള ചില കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കുട്ടികളുടെയെങ്കിലും ജീവിതം ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടിയെ പോലെയാണെന്ന് പറയാറ്. അത് രാവിലെ ഉണർത്തെഴുന്നേൽക്കുന്നു, ട്യൂഷന് പോകും, അതിനുശേഷം സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വീണ്ടും ട്യൂഷന് പോകും, പിന്നെ വീട്ടിൽ വരുന്നു, അമ്മയോ അച്ഛനോ ഇരുത്തി പഠിപ്പിക്കുന്നു, ഉറങ്ങും. എല്ലാ ദിവസവും മൊണോട്ടണസ് ആയിട്ടുള്ള ഈ ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇസ് അഫക്റ്റഡ്. Because we know that the number of cells in the brain, they increase only till 3 years of age. 3 വയസ്സ് വരെ തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണം പെരുകും. But even after 3 years, the psychosocial development of the child continues. How? 3 വയസ്സിന് ശേഷം the development of the mind and the psyche of the child is by the available neurons in the brain forming more and more synapses, more and more connections. മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന വഴിയാണ് 3 വയസ്സിന് ശേഷമുള്ള മാനസിക സാമൂഹിക വളർച്ച. ഈ പുതിയ സിനാപ്സുകൾ തലച്ചോറിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയേ പറ്റും. വ്യത്യസ്ത കായിക വിനോദങ്ങൾ, വ്യത്യസ്ത കലാരൂപങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത വ്യക്തികൾ, അങ്ങനെ പരമാവധി വ്യത്യസ്തതകളിലൂടെ ഈ കുട്ടിയെ കടത്തിക്കൊണ്ട് പോയാൽ ബ്രെയിനിൽ പുതിയ പുതിയ സിനാപ്സുകൾ ഫോം ചെയ്യും. The psychosocial development of the child will be better. Number 1. Number 2, the child should be given an opportunity to aggressively engage in physical activity with exposure to sunlight 2 hours per day. ദിവസേന 2 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വിനോദങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. ഓടിക്കളിച്ച് വിയർക്കാനായിട്ട് തന്നെ അവസരം. ഇതുമൂലം പഠനം മെച്ചപ്പെടും. അതാണ് വാസ്തവം. 2 മണിക്കൂർ റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന കുട്ടികൾക്ക് 4 ഗുണങ്ങൾ. ഒന്ന്, ബ്രെയിനിലെ ഡോപ്പമിന്റെ അളവ് കൂടും. They become more attentive, attention span. ബ്രെയിനിലെ എൻഡോർഫിൻസിന്റെ അളവ് കൂടും. They become more happy and motivated. ബ്രെയിനിലെ ബ്ലഡ് ഫ്ലോ കൂടും. They become more energetic. And സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ അളവ് will be better. അത് ബ്രെയിനിന്റെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്പീഡപ്പ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും അടക്കം ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യും. ഈ ഒരു കാര്യം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇപ്പൊ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് എത്തി എൻട്രൻസ് കോച്ചിങ്ങിന് പോവാണെങ്കിൽ പോലും ഒരു 1 hour എങ്കിലും സൂര്യപ്രകാശം കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്കുള്ള സമയം നിർബന്ധമായിട്ട് കൊടുക്കണം. Make it a part of the daily routine. Another thing is, make them engage in agricultural activities or breeding of pets. ഈ 2 കാര്യങ്ങളും, ചെറിയൊരു ചെടി നട്ടു വളർത്തി
അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് വലുതാകുന്നത് കണ്ടു നിൽക്കുന്ന ആ ഒരു പ്രോസസ്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് പാരന്റിങ് കിഡ്. ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു പാരന്റിങ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുകയാണ്. ഒരു ചെടി നട്ട് വളർത്തി വെള്ളമൊക്കെ ഒഴിച്ചതിനെ പരിപാലിപ്പിക്കാൻ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് തന്നെ നമ്മളത് കാണിച്ചു കൊടുക്കുന്നു. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അവനെ കൊണ്ടത് ചെയ്യിക്കുന്നു. ഒരു പെറ്റ്, ഒരു പൂച്ചയോ പട്ടിയോ പോലെയുള്ള വളർത്തുമൃഗം, അതിനെ നോക്കാനും കുളിപ്പിക്കാനും പരിപാലിപ്പിക്കാനും തുടങ്ങിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് പതിയെ കൊണ്ടുവരും. ഓഫ് കോഴ്സ് സിബ്ലിംഗ് റൈവൽറി ഡിസോർഡർ എന്നൊരു സംഗതി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, പല വീടുകളിലും അതുണ്ട്. അതിന്റെ കാരണം മൂത്ത കുട്ടി ഇളയ കുട്ടിയും തമ്മിൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായ വ്യത്യാസമാണെങ്കിൽ സിബ്ലിംഗ് റൈവൽറിക്ക് സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വയസ്സ് കഴിഞ്ഞാണ് വിഷ്വൽ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ 4 or 5 വയസ്സുള്ള ഒരു കുട്ടി എല്ലാത്തരം പാമ്പറിങ്ങും സ്നേഹവും കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഈ ഇളയ കുട്ടി വരുമ്പോൾ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജ് എല്ലാം അപ്രത്യക്ഷമാകും. അവൻ നിഷ്കാസിതനാകും, അവന്റെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നു. അവൻ സ്വാഭാവികമായിട്ട് അതിന് കാരണമായ ഇളയ കുട്ടിയോട് വൈരാഗ്യം. 8 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവർ അവരുടേതായ ഒരു പിയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അഥവാ വീട്ടിൽ നിന്ന് കാര്യമായ ഒരു സ്നേഹം കിട്ടിയില്ലെങ്കിൽ പോലും they may be able to manage. But when you are having a second child, first thing to be done is sensitize the elder child about the young child. ഇനി വരാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് മൂത്ത കുട്ടിയോട് സംസാരിച്ച് അവന് വലിയൊരു പ്രതീക്ഷ കൊടുക്കും. ഇതിന്റെ ജീവിതത്തിൽ നിനക്ക് വളർത്താനുള്ള ഒരാളാണ് എന്നുള്ള മട്ടിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവനൊരു വലിയ പ്രതീക്ഷ കൊടുത്ത് create an emotion, a positive emotion in the mind of the elder child that he will be eagerly waiting for the arrival of the younger child. ആ ഇളയ കുട്ടി ജനിച്ച ശേഷം സ്വാഭാവികമായിട്ടും ബ്രസ്റ്റ് ഫീഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അമ്മയ്ക്ക് ഇളയ കുട്ടിക്ക് കൂടുതൽ ടൈം കൊടുക്കേണ്ടി വരും. ആ ഒരു ഗ്യാപ്പിൽ അച്ഛൻ he should consciously find some time to spend with the elder child. അവനൊരു ഇമോഷണൽ ഡിപ്രൈവേഷൻ ഫീൽ ചെയ്യാൻ. ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ഈ ചെറിയ കുട്ടിയുടെ കെയറിൽ മൂത്ത കുട്ടിയെ കൂടെ പങ്കെടുപ്പിക്കും. കുളിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മൂത്ത കുട്ടിയെ കൂടെ പങ്കെടുപ്പിക്കും. അങ്ങനെ അവന്റെ ഇളയ കുട്ടിയുടെ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു തുടങ്ങും. അങ്ങനെ പതിയെ പതിയെ ഇവർ തമ്മിലൊരു ബോണ്ടിങ് സ്ട്രോങ് ആക്കാം. ഇളയ കുട്ടിയെ പഠിപ്പിക്കുന്ന ജോലി മൂത്ത കുട്ടിയെ ഏൽപ്പിക്കാം. ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഹോസ്റ്റൈൽ എൻവയൺമെന്റ് സിബ്ലിങ്സ് തമ്മിൽ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 hour ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാണ്. If father is terribly busy, mother should find time. If mother is extremely busy, the father should find time. രണ്ടുപേരും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ദുരന്തം വിതയ്ക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ യു മേ ബി മേക്കിംഗ് മണി, യു മേ ബി റണ്ണിങ് എ ബിഗ് പ്രാക്ടീസ്. ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഭാവിയിൽ നിങ്ങൾ കുട്ടിയെ നിഗ്ലക്ട് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കോൺസിക്വൻസസും പരിഹരിക്കാൻ നിങ്ങൾ ഇപ്പോൾ സമ്പാദിക്കുന്ന പണത്തേക്കാൾ വലിയ തുക ചെലവാക്കേണ്ടി വന്നേക്കാം. ആ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു 1 hour per day. ഈ 1 hour is not the time for advising them, scolding them. പക്ഷേ ഇറ്റ്സ് എ ടൈം ടു ലിസൺ ടു ദം. അവരെ കേൾക്കാനുള്ള സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ adolescents feel that nobody is willing to listen. So please give them a patient ear. Listen to them without trivializing their problems, without mocking at their problems, without making fun of them, without scolding them. Give them the confidence that home is a place where I can discuss anything under the sun, including the sun. It's a safe and secure place where I can discuss any sensitive issue which is bothering me. പലപ്പോഴും അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും, which may be related to sexuality and whole lot of things. ഒരു 14 വയസ്സുള്ള ഒരു ആൺകുട്ടി വന്നിട്ട് എനിക്ക് ഹോമോസെക്ഷൽ തോട്ട്സ് വരുന്നു എന്ന് പറഞ്ഞാൽ അപ്സെറ്റ് ആകാതെ അതിനെ മാനേജ് ചെയ്യാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായൊരു കാര്യം. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അവന്റെ നേരെ ഷൗട്ട് ചെയ്യുകയും ഇവൻ കാരണം എന്റെ ജീവിതം തൊലഞ്ഞു എന്ന് അവനെ ശപിക്കുകയും ഒക്കെ ചെയ്യാതെ
മെച്വർ ലെവലിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്ലോഷറിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം പറ്റും. പേരന്റിങ്ങിലെ ന്യൂജൻ പേരന്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ചില സ്കിൽസ് ആണ്. പക്ഷെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കുട്ടിയോട് ഡിസ്കസ് ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ 1 അവറിൽ കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അവന് കിട്ടിയ അറിവുകൾ, ഫ്രണ്ട്സ് അവന് കൊടുത്ത ഇൻപുട്സ്, അവൻ കാണാനിടയായ ഡിജിറ്റൽ ഡിവൈസിലെ വിഷ്വൽസ്, ഇങ്ങനെ പലതും ചർച്ചയ്ക്ക് വരും. അതിലൂടെ അവന്റെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും അത് പരിഹരിച്ചു കൊടുക്കാനുമുള്ള ഒരു ഗ്യാപ്പായിട്ട് അത് മാറുകയാണ്. And always know who the friends of your kid are. നിങ്ങളുടെ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് അറിയാം. ഈ സുഹൃത്തുക്കളുടെ പാരന്റ്സുമായിട്ടൊരു റീസണബിൾ റാപ്പോ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഗാങ് ഓഫ് ഫ്രണ്ട്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഒരു അബ്നോർമൽ ബിഹേവിയറോ ആറ്റിറ്റ്യൂഡോ പ്രദർശിപ്പിച്ചാൽ യു വിൽ ബി ഏബിൾ ടു നോ ഇറ്റ് ഇനിഷ്യലി. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് താളം തെറ്റുന്നത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും നമുക്ക് ഇടപെടാനും സാധിക്കും. നമ്പർ 2, വാട്ട് ഷുഡ് ഹാപ്പൻ ഇൻ ദ സ്കൂൾസ്. സ്കൂൾസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫിയേഴ്സ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാതിരിക്കുക. ഡോക്ടർമാരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും we know with our life experience that many of our classmates during our school days who were probably not academically as brilliant as us are doing much better than us in practical life. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും, നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ആണ്. ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. സോ ഇന്നത്തെ ലോകം അക്കാഡമിക് ഇന്റലിജൻസിന്റെ മാത്രം ലോകമല്ല. A person with better emotional intelligence, social intelligence and ecological intelligence is likely to do better in life than a person with pure academic intelligence. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളിൽ കുറച്ച് ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം. മാസത്തിൽ ഒരിക്കലെങ്കിലും taking the kids to a place where some unfortunate human beings are placed, like an orphanage, an old age home, a dementia care center, or a place where orphaned people with medical illnesses are staying. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൊണ്ടുപോയാൽ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് they'll understand that life is not just a bed of roses. There is another aspect to life. They will start recognizing, appreciating the small good things in their life. They'll start becoming more grateful to what they have in life. അത് അവരുടെ അനാവശ്യ ഡിമാൻഡിങ്സ്, പണം ചോദിക്കുക, ഏറ്റവും പുതിയ ഡിജിറ്റൽ എക്യുപ്മെന്റ് വേണമെന്ന് പറയുക, വണ്ടി വേണമെന്ന് പറയുക, ഇങ്ങനെയുള്ള ശീലങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം അനുഭവങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. സംശയമില്ല. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നമ്മുടെ അക്കാഡമിക് കരിക്കുലത്തിലും മാറ്റങ്ങൾ വരേണ്ടത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഈ അക്കാഡമിക് കരിക്കുലം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന പല മീറ്റിങ്ങുകളിൽ ഇൻവൈറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹൗ ദ സ്കൂൾ കരിക്കുലം ഷുഡ് ബി മോഡിഫൈഡ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചില ധാരണകൾ കൊടുക്കണം. സ്കൂൾ കരിക്കുലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഈ പഠിക്കുന്നതിൽ ഒരു വലിയൊരു ശതമാനം സംഗതികളുടെ ജീവിതത്തിൽ ഗുണമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ജീവിതത്തിൽ നിർബന്ധമായും ഗുണകരമാവുന്ന 3 കാര്യങ്ങൾ നമ്മുടെ അക്കാഡമിക് കരിക്കുലത്തിൽ വേണം. നമ്പർ 1 is mental health literacy. What is mind? What is mental health? What is mental illness? ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഒരു അപ്പർ പ്രൈമറി കാലഘട്ടത്തിൽ തന്നെ വേണം. And this section can include an awareness about drug addiction and digital addictions. രണ്ടാമത്തേത് ഹെൽത്തി യൂസ് ഓഫ് സൈബർ സ്പേസ്, സൈബർ ലിറ്ററസി. അത് കൃത്യമായിട്ട് ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഒരു സംഗതിയാണ്. ഹൗ ടു യൂസ് ദ സൈബർ സ്പേസ് ഇൻ എ പോസിറ്റീവ് വേ, ഇൻ എ ക്രിയേറ്റീവ് വേ, ആൻഡ് ഹൗ നോട്ട് ടു ഫോൾ ട്രാപ്പ് ഇൻ സച്ച് സിറ്റുവേഷൻസ്. മൂന്നാമത്തേത് ലീഗൽ ലിറ്ററസിയാണ്, നിയമ സംബന്ധമായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് നടന്ന ആ കൂട്ട മർദ്ദനത്തിൽ പങ്കെടുത്ത പല കുട്ടികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിരിക്കുന്നത്, ഒരാൾക്കൂട്ടം ഒരുത്തരെ അടിച്ചു കൊന്നാൽ അത് കേസൊന്നും ആവില്ല, ആരെയും ശിക്ഷിക്കില്ല.
അപ്പൊ ഇതിന്റെ നിയമവശം എന്താണ്? MDMA കയ്യിൽ വെച്ചിട്ട് പിടിക്കപ്പെട്ടാലുള്ള നിയമവശം എന്താണ്? ഒരു പോണോഗ്രാഫിക് വീഡിയോ എവിടെയെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരാൾ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ അതിന്റെ നിയമവകുപ്പ് എന്താണ്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട്, അത് മനസ്സിലാക്കാത്തത് മൂലം അവർ ഒരുപാട് പ്രതിസന്ധികളിൽ ചെന്ന് ചേർന്നു. സോ ദീസ് 3 things, ലീഗൽ ലിറ്ററസി, cyber literacy and mental health literacy should be part of the curriculum. Participatory, process-oriented and experiential life skills education should be part of the curriculum. Life skills എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാൻ ഒരു വ്യക്തി ആർജിക്കേണ്ട 10 കഴിവുകളാണ്. സെൽഫ് അവയർനെസ് തൊട്ട് എംപതി വരെയുള്ള 10 കാര്യങ്ങൾ. Includes communication skills, interpersonal relationship, so many other skills. Soft skills എന്ന് നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ പറയുന്നതേ കാര്യങ്ങൾ. ഇത് ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ്ങിലൂടെ സ്കൂൾ കരിക്കുലത്തിൽ വരണം. അതിനൊരു ഗ്രേഡിങ്ങും വേണം. ഒരു അക്കാഡമിക് ഗ്രേഡ് കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. കുട്ടികളും എടുക്കില്ല, നമ്മളും എടുക്കില്ല, പാരന്റ്സും ടീച്ചേഴ്സും എടുക്കില്ല. ഒരു അക്കാഡമിക് ഗ്രേഡിങ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ കുട്ടികളുടെ ഇൻഹറന്റ് ടാലൻസ് വി ഷുഡ് ബി ഏബിൾ ടു മേക്ക് ഔട്ട്. ഡോണ്ട് ട്രൈ ടു റിയലൈസ് യുവർ ഡ്രീംസ് ത്രൂ യുവർ കിഡ്. നിങ്ങളുടെ നഷ്ടസ്വപ്നങ്ങൾ നിങ്ങളുടെ കുട്ടിയിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വേണ്ടത് എന്താ? നമ്മുടെ കുട്ടിയുടെ ഇൻഹറന്റ് ടാലന്റ്. ആ ഇൻഹറന്റ് ടാലന്റ് മനസ്സിലാക്കി അതിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനും അത് മാക്സിമം എക്സിബിറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. That will definitely give the child a sense of purpose. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകാൻ അത് സഹായിക്കുന്നു. And of course, we should definitely talk to our adolescent kids about what is meant by philosophy of life. എന്താണ് ജീവിതത്തിന്റെ ഒരു തത്വചിന്ത എന്ന് പറയും? ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ കാലശേഷം അടുത്ത ജനറേഷൻ നിങ്ങളെ എന്തിന്റെ കാര്യത്തിൽ ഓർത്തിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. So that answer to that question will be the philosophy of your life. And the pathways to achieve the philosophy of your life will be the values of your life. ഉദാഹരണത്തിന്, ജീവിച്ചിരുന്ന അത്രയും നാൾ പരമാവധി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തൊരു മനുഷ്യനായിട്ട് ഓർക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്ലാൻ ഇസ് ക്ലിയർ, അയാളുടെ വാല്യൂസും ക്ലിയർ ആണ്. ഓരോ ചെറിയ നിമിഷവും ഒരാൾ റോഡിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ചോദിച്ചാൽ ഒരു 1 മിനിറ്റ് സമയമെടുത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ക്ലാസ്സിലുള്ള മറ്റൊരു കുട്ടി ഒരു അക്കാഡമിക് ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്പം സമയം. ഇതൊക്കെയാണ് പറഞ്ഞ ഫിലോസഫി. ഒരു ഫിലോസഫിക്കൽ വാക്വം ഈ യങ്ങർ ജനറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. And what is the end result of this philosophical vacuum? The person who is having a philosophical vacuum will end up in 3 ways: aggression, addiction, depression. And at least a handful of them will go in the 4th way, that is the hedonist pathway of life. ഒന്നുകിൽ അവനവന് നേർക്കോ മറ്റുള്ളവർക്ക് നേർക്കോ ഉള്ള അക്രമം നടത്തും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് അഡിക്റ്റഡ് ആയി പോകും. മൂന്നാമത്തേത് അവരുടെ വിഷാദത്തിലേക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന 3 പാത്വേസ് ആ ഫിലോസഫിക്കൽ വാക്വം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുടെ എൻഡ് റിസൾട്ട്സ് ആണ്. നമ്മുടെ കുട്ടികളിൽ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നേരത്തെ ബഹുമാനപ്പെട്ട KGMOയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ഒരു വർക്ക് പ്ലേസിലെ യങ്ങർ ജനറേഷനെ മെന്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് അവസാനിപ്പിക്കാം. ബിസിനസ് മാനേജ്മെന്റിൽ when there is an interaction between a superior and a subordinate, 4 തരത്തിൽ ആ സുപ്പീരിയറിന് ആ സബോർഡിനേറ്റിനെ മെന്റർ ചെയ്യാൻ പറയും. ഒന്നാമത്തേത് റൂമിനസ് എംപതി, RUMINOUS. റൂമിനസ് എംപതി മീൻസ് നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള വ്യക്തി പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ കുട്ടിയാകാം, അതിനെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് അതിനെ പുകഴ്ത്തി പ്രശംസിച്ച്
അതിനൊരു വലിയ സംഭവമാണെന്നുള്ള തരത്തിൽ ബ്ലാങ്കറ്റ് പ്രൈസുകൾ കൊടുത്തു. അവന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് അവന് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു ആത്മാനുരാഗിയാക്കി, നാർസിസിസ്റ്റ് ആക്കി അവനെ മാറ്റുന്ന ഒരു അവസ്ഥയാണ് ലൂമിനസ് എംപതി. In luminous empathy, you don't criticize the person at all. So finally, that person ends up thinking that he is the biggest gift to humankind. രണ്ടാമത്തേത് ഒബ്നോക്ഷ്യസ് അഗ്രഷൻ എന്ന് പറഞ്ഞ സംഗതിയാണ്. ഒബ്നോക്ഷ്യസ് അഗ്രഷൻ മീൻസ് നമ്മൾ ഒന്നും നല്ലത് പറയുന്നില്ല, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, കുറ്റം പറയുന്നു, പരിഹസിക്കുന്നു, ഈ തരത്തിലുള്ളൊരു യാത്രയാണ്. ഇനി മൂന്നാമത്തെ ഒരു സംഗതിയുണ്ട്, മാനിപ്പുലേറ്റീവ് ഇൻസിൻസിയറിറ്റി. മാനിപ്പുലേറ്റീവ് ഇൻസിൻസിയറിറ്റി മീൻസ് ആളിന്റെ ഫ്രണ്ടിൽ നമ്മൾ പ്രശംസിച്ച് പറയും, അയാളെ കുറിച്ച് നല്ല വാക്കുകൾ പറയും. അയാൾ ജസ്റ്റ് റൂം വിട്ട് കഴിഞ്ഞ ബാക്കിയുള്ളവർ പറയും ഇത് എന്തൊരു കിഴങ്ങനാണ്, ഇതിനൊന്നും അറിഞ്ഞുകൂടല്ലോ, വെറും മണ്ടനാണ്. സോ യു സ്വീറ്റ് ടോക്ക് ഹിം at his face and bitch behind his back. That is called manipulative insincerity. ഇത് മൂന്നും കഴിഞ്ഞ് നാലാമതൊരു സംഗതിയുണ്ട്. This is called radical candor. Radical candor is a mixture of appreciation with criticism. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയം നിറയെ അഭിനന്ദിക്കുന്നു, ഒരു പിശുക്കുമില്ലാതെ അഭിനന്ദിക്കുന്നു. But you specify the reason why you are appreciating. നീ ഒരു വലിയ സംഭവമാണെന്നൊന്നും അല്ല പറയുന്നത്, നീ ചെയ്ത ഈ പ്രവൃത്തി നന്നായി, ദാറ്റ്സ് എ ഗ്രേറ്റ് ആക്ട്, കീപ് ഇറ്റ് അപ്പ് എന്നുള്ള തരത്തിലാണ്. സ്പെസിഫൈ ദ റീസൺ വൈ യു ആർ പ്രൈസിങ് ഹിം, ഡോണ്ട് ഗിവ് എ ബ്ലാങ്കറ്റ് പ്രൈസ്. അതുപോലെ ക്രിട്ടിസൈസ് ഫോർ ദ ഷോർട്ട് കമിങ്സ്. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് മാന്യമായ രീതിയിൽ, സഭ്യമായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. മേക്ക് ദ പേഴ്സൺ തിങ്ക് ഫ്രം അതർ സൈഡ് ഓഫ് ദ ടേബിൾ സോ ദാറ്റ് ഹി ഡസന്റ് റിപ്പീറ്റ് ദാറ്റ് മിസ്റ്റേക്ക് ഓവർ. അപ്പൊ ഈ പറഞ്ഞ രീതികളിലൊക്കെ ഒന്ന് മുന്നോട്ട് പോയി കുട്ടികളുടെ ഒറിജിനൽ തോട്ട് പ്രോസസ്സുകൾ പലപ്പോഴും നമ്മളെക്കാളിലൊക്കെ വലുതാണ്. 1990-കളുടെ തുടക്കത്തിൽ ഫ്ലിൻ ഇഫക്റ്റ്, FLYNN, ഫ്ലിൻ ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസം. ഫ്ലിൻ ഇഫക്റ്റ് മീൻസ് എവറി ജനറേഷൻ ഹാസ് എ ബെറ്റർ IQ than the previous generation. ഓരോ തലമുറ കുട്ടികൾ വരുമ്പോഴും മുൻ തലമുറയേക്കാൾ അവരുടെ IQ, ഇന്റലിജൻസ് കോഷ്യന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് റിയാലിറ്റിയാണ്. എനിവേ യുവർ കിഡ്സ് ഓർ ദ നെക്സ്റ്റ് ജനറേഷൻസ് ഗോയിങ് ടു ഡു മച്ച് ബെറ്റർ ദാൻ യു. അങ്ങനെ ആകാൻ പറ്റും. പക്ഷെ അവിടെ പ്രശ്നം IQ-ന്റെ കാര്യത്തിൽ മാത്രമല്ല. ദർ ഇസ് ഇമോഷണൽ കോഷ്യൻ, സോഷ്യൽ കോഷ്യൻ, എക്കോളജിക്കൽ കോഷ്യൻ. ഈ മൂന്ന് കാര്യങ്ങളുടെ കാര്യത്തിലാണ് ഇന്നത്തെ ജനറേഷന് പ്രശ്നം വരുന്നത്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. സോ അവരുടെ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക വഴി വീട് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നൊരു തോന്നൽ ജനിപ്പിക്കുക വഴി ഒരു അഡോളസൻസിലേക്ക് അവർ എത്തുമ്പോൾ തന്നെ വീട്ടിലെ പ്രധാന കാര്യങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങളൊന്ന് ചോദിക്കുക. 10-12 വയസ്സായ കുട്ടിയോട് വീട്ടിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന, ഒരു വലിയൊരു സാധനം വാങ്ങാൻ പോകുന്നു, ഷുഡ് ആസ്ക് ദെയർ ഒപ്പീനിയൻസ്. ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്, ഏത് കാറ് വേണമെന്നാണ് നിന്റെ അഭിപ്രായം? ഒരു 12 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ അവന് BMW വേണമെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുന്ന ഉടനെ തന്നെ അവനെ പരിഹസിക്കാൻ നിൽക്കാതെ സ്ട്രാറ്റജിക്കലി അവനെ കൊണ്ട് തന്നെ അത് വേണ്ടെന്ന് പറയിപ്പിക്കാൻ മാത്രം. BMW വേണമെന്ന് പറയുന്ന കുട്ടിയോട്, ശരി BMW വാങ്ങിയാൽ ഇത്ര രൂപ ചെലവാകും, അതിന്റെ മാസം EMI ഇത്ര രൂപ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ മൊത്തം ശമ്പളം ഇത്രയാണ്, അതിന്റെ ഒരു 80% ഇതിന് പോയാൽ ബാക്കി 20% ആയി ഇത്ര ചെറിയ തുക കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും. ഇതിന്റെ അൺലിമിറ്റഡ് വൈഫൈ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പൊ എന്നും കാറിൽ കൊണ്ടുവിടുന്നുണ്ടല്ലോ സ്കൂളിൽ, അതൊക്കെ മാറിയിട്ട് ഈ ബസ്സിൽ കയറി പോകേണ്ടി വരും. നിനക്ക് ക്രിക്കറ്റിന്റെ കോച്ചിങ്ങിന് തന്നെ വിടുന്നുണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എന്നൊക്കെ കേൾക്കുമ്പോ ആ കുട്ടി തന്നെ പറയും, അയ്യോ വേണ്ടേ, ഏതെങ്കിലും ഗ്രൂപ്പിൽ കാർ മതി എന്ന് അവർ തന്നെ പറയുന്ന ഒരു അവസ്ഥ വരും. ദാറ്റ് ഇസ് ഹൗ ടു സ്ട്രാറ്റജിക്കലി നെഗോഷിയേറ്റ് വിത്ത് ആൻ അഡോളസെന്റ് ആൻഡ് ഗൈഡ് ദം ടുവേർഡ്സ് ദ ഏരിയാസ് യു വാണ്ട് ദം ടു ബി. ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കോൺവെർസേഷനിലൂടെ നമ്മുടെ പേരന്റിങ് പ്രോസസ്സിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏക മാർഗം. ഞാൻ അനുവദിച്ച സമയത്തിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുത്തു പോയി. സമയം നീണ്ടുപോയതിലുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന KGMOയെ
സംസ്ഥാന നേതൃത്വത്തിനും ഇതിന്റെ മെന്റൽ ഹെൽത്ത് സബ് കമ്മിറ്റിക്കും പ്രത്യേകിച്ച് മുരളി സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. One of the best session and also very useful. And really, we got so many eye-opening facts. ഏതായാലും സാറ് ഈ പരിപാടി വളരെ ഞങ്ങൾ ആസ് യൂഷ്വൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗംഭീരമായി വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. തീർച്ചയായിട്ടും ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നാണ് ഞങ്ങൾ ഇനിയിപ്പോൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞങ്ങൾ ഇനി നേരെ അടുത്തതായിട്ട് ഇതിന്റെ നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി മെന്റൽ ഹെൽത്ത് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ഡോക്ടർ ഹാനിയസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട KGMO സംസ്ഥാന നേതാക്കളെ, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഡോക്ടർ അരുൺ ബി നായർ സാർ, നല്ലൊരു സെഷനാണ് നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്തത്. ഏകദേശം 400ഓളം പാർട്ടിസിപ്പൻസ് ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്നത്തെ ഒരു കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈ പുതിയ വളർന്നു വരുന്ന തലമുറയെ എങ്ങനെ മെന്റർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു സെഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ സാക്ഷിയായിരിക്കുന്നത്. ഒരു സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള, എമ്പതി കുറവായിട്ടുള്ള, ഹൈലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഇമ്പൾസീവ് ആയിട്ടുള്ള, ഡിജിറ്റലി ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള, പുതിയ സബ്സ്റ്റൻസ് യൂസ്, പുതിയ സ്റ്റിമുലൻസ് പോലുള്ള സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു തലമുറയെ എങ്ങനെ അവരെ നല്ല ഒരു സോഷ്യലി ആൻഡ് ഇമോഷണലി സ്കിൽസ് ഉള്ള, അതേപോലെ നല്ല ഒരു പാരന്റിങ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഒരു സ്ട്രാറ്റജിക് നെഗോസിയേഷൻ എന്നുള്ള ലാസ്റ്റ് വേർഡിൽ സാറ് ഈ ഒരു സുദീർഘമായ നല്ല വിശദമായുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഈ ക്ലാസ് ഇവിടെ സാറ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോബിൻ ജോസഫ്, സംസ്ഥാന മാനേജിംഗ് എഡിറ്റർ ബിജോയ് സർ, സംസ്ഥാന ട്രഷറർ ഡോക്ടർ ശ്രീകാന്ത്, മെന്റൽ ഹെൽത്ത് വിങ് ചെയർപേഴ്സൺ ഡോക്ടർ മുരളീധരൻ സർ, അതേപോലെ തന്നെ നമുക്ക് ഇത്രയും നല്ല ഒരു ക്ലാസ് എടുത്ത് തന്ന എൻ്റെയും കൂടെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അരുൺ ബി നായർ സാറിന് ഞങ്ങളുടെ KGMOയുടെ പേരിലും മെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ പേരിലും സംസ്ഥാന സമിതിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഒരു സെഷനിൽ പങ്കെടുത്ത ഏകദേശം 400ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. എല്ലാ KGMOയെ ഫ്രണ്ട്സിനും ഒരു നല്ല നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇത്തരത്തിലുള്ള സെഷൻസിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്. എന്തായാലും നല്ല ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഡോക്ടർ പ്രതിഭ എന്തോ കൈബന്ധിച്ചിരിക്കുന്നതായിട്ട് കാണും. ഡോക്ടർ പ്രതിഭ. നോ സർ, കൈ പൊന്തിച്ചിട്ടില്ല. അത് അങ്ങനെ ഇതായിട്ട് വന്നു. ഇത് ഒരു ഡിസ്കഷന് ടൈം ഉണ്ടോ? ഒരു കാര്യം ഒന്ന് പറയാൻ. സാറ് തിരക്കിലാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് അധികം എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചോദിക്കാനുള്ളതെങ്കിൽ ഇപ്പൊ വേഗം ചോദിക്കാം. ഓക്കെ സാറെ, കരിക്കുലം ചേഞ്ച് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, അത് കൂടുതലായിട്ട് ഈ ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ കരിക്കുലം, കൂടുതൽ സ്കൂൾ കരിക്കുലം. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴും വരുത്തേണ്ട ചേഞ്ചസ് പറഞ്ഞപ്പോഴും, നമ്മളിപ്പോ ലീഗൽ എഡ്യൂക്കേഷൻ എല്ലാം നമ്മൾ വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കുറച്ചുകൂടെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ മ്യൂസിക് ക്ലാസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, എംബ്രോയിഡറി ക്ലാസ്സുകൾ, അതൊന്നും ഇപ്പോൾ ഒരു സ്കൂളിലും ഇല്ല. ഈവൻ ഡ്രിൽ പീരീഡ് പോലും വിടുന്നില്ല. ഞാനിപ്പോൾ ഈ ഗവൺമെന്റ് സർവീസ് കയറിയതിനു ശേഷം ഈ സ്കൂളുകളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പം, സാധാരണ സ്കൂളുകളിൽ പോലും കുട്ടികളെ ഡ്രിൽ പീരീഡ് പോലും പുറത്തു വിടാതിരുന്ന പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, ഈ ഫുൾ A+ വാങ്ങുക എന്നുള്ള ഒരു രീതി. അതുകൂടാതെ ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു ന്യൂറോ ഡൈവേർജന്റ് പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ആ രീതിയിലായിരുന്നു എൻ്റെ ഒരു ലേണിംഗ് സ്റ്റൈല് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇല്ലാത്ത കുട്ടികൾ കുറച്ച് ആന്റി സോഷ്യലായി പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു.
ഇതിനകത്ത് തന്നെ ഈ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷനിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഡൈവേഴ്സ് ലേണിംഗ് ടെക്നിക്സ് ഈ ലൈഫ് സ്കിൽസിന്റെ ഒരു മോഡ്യൂള് എഴുതിയ ഒരു സമിതിയിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട്. ആ മോഡ്യൂൾ യുണിസെഫ് ഫണ്ട് ചെയ്തത് അതവിടെ SCERT-യിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. 100 സ്കൂൾസിൽ അത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് ശൈലികളുള്ള കുട്ടികളെ അവരുടെ ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച് പഠിപ്പിക്കാനും മെന്റർ ചെയ്യാനുള്ള മാർഗം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നൊരു സംഗതി പ്രകാരം ഓരോ കുട്ടിയുടെയും ഡോമിനന്റ് ഇന്റലിജൻസ് കണ്ടെത്തി ആ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലബുകളിലേക്കും ആക്ടിവിറ്റികളിലേക്കും വിടാൻ. ഈവൻ ലേണിംഗ് ഡിസോർഡേഴ്സ് അടക്കമുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ മറ്റൊരു തരത്തിൽ മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ ട്രെയിനിങ് വരെ കൊണ്ടുപോകാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷന്റെ മോഡ്യൂളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് അധ്യാപകർ കുറച്ചൊരു മെനക്കേട് കൂടുതൽ വരും എന്നുള്ളത് കൊണ്ട് വലിയൊരു സ്വീകാര്യത ഇനിഷ്യൽ സ്റ്റേജസിൽ അതിന് ലഭിച്ചില്ല. പക്ഷെ അത് നടപ്പിലാക്കിയ ട്രൈ ഔട്ട് ചെയ്ത 103 സ്കൂളുകളിൽ നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ആ മോഡ്യൂള് നാഷണൽ ലെവലിൽ NCERT അത് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അക്കാഡമിക് ഇയർ തൊട്ടത് ഇന്ത്യ മൊത്തം അത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടുന്ന് തുടങ്ങി വെച്ച പുസ്തകം അതിൽ ഈ ഒരു പോയിന്റും അഡ്രസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ റേസിംഗ് ദാറ്റ് കൺസേൺ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ 2 മഹത് വ്യക്തികൾ ഇതുപോലെ വിദ്യാഭ്യാസ സംസ്കാരം രൂപപ്പെടുത്തിയ 2 മഹത് വ്യക്തികൾ, ഇപ്പൊ രവീന്ദ്രനാഥ ടാഗോറും ജിദ്ദു കൃഷ്ണമൂർത്തി. പക്ഷെ അവരുടെ 2 പേരുടെയും യാതൊരു ഐഡിയോളജിയും സ്വാംശീകരിക്കാത്ത ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് കേരളത്തിൽ പോലും ഉള്ളത്. അത് ഭയങ്കര, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം, ഈ പറയുന്ന പോലെ കരിക്കുലം കമ്മിറ്റിയിലൊക്കെ സാറിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഒരു സാധ്യത എന്ന നിലയിൽ പറയുക. തീർച്ചയായിട്ടും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എന്റെ ഇൻപുട്സ് ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് പേരന്റിങ്ങിന്റെ ഒരു മോഡ്യൂള് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അത് ഒരു ന്യൂറോടിപ്പിക്കൽ കിഡ്സിന് വേണ്ടിയിട്ടും ഒരു ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടക്കം ഉള്ള സംഗതികൾ, വിച്ച് ഇൻക്ലൂഡ്സ് lot of current things including gender sensitization, gender education അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു പേരന്റിങ് മോഡ്യൂള് ഏറ്റവും ഒടുവിൽ. ഞാൻ പറഞ്ഞത് ഭാവി കാലങ്ങളിൽ നമ്മുടെ ഈ സെഷനിൽ ഇരുന്ന പലരെയും വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു സൈക്യാട്രിസ്റ്റ് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള തരത്തിൽ അത് പലപ്പോഴും കാണപ്പെടാറുണ്ട്. അത് സ്വീകരിക്കാറുണ്ടെങ്കിൽ പോലും മാക്സിമം സ്ഥലങ്ങളിൽ നിന്ന് ആ ഒരു കാര്യങ്ങൾ വന്നാൽ മാത്രമേ അതൊരു നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റഡ് ആകാൻ സാധ്യത. സാറേ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നുള്ള പീഡിയാട്രീഷ്യനാണ്. പേര് രാജേഷ് എന്ന. സാർ, ഒരു സംശയം. പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 45 ഇയറൊക്കെ കഴിഞ്ഞ ആളാണ്. പഠിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും, ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, എന്തായാലും എല്ലാത്തിലും ഓരോ ഗുണപാഠ കഥകളുള്ള ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പാടെ അത് ഈവൻ എയ്ഡഡ് സ്കൂളിൽ പോലും വളരെ കുറവാണ്. ഗവൺമെന്റിൽ ഒട്ടും തന്നെ ഇല്ല. ഞാനിപ്പോൾ ഒരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരു കുഞ്ഞുകൊണ്ട് പഠിപ്പിച്ച് നോക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ഒരു ഗുണപാഠ കഥകൾ പോലും അങ്ങനെ ഇല്ല. അത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവർക്കൊരു കുറച്ചൊരു എൻകറേജ്മെന്റ് ആകില്ലേ എന്നുള്ള. തീർച്ചയായിട്ടും 100% അത് വളരെ സ്വീകാര്യമായ ഒരു സംഗതിയാണ്. നമ്മൾ പുതിയ കരിക്കുലം റിവിഷനകത്ത് ഈ ഒരു സംഗതി ചേർത്തിട്ടുമുണ്ട്. ഓരോ ക്ലാസ്സിനും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഗുണപാഠ കഥകളായിട്ടുള്ള കുറച്ച് കഥകൾ എഴുതിയും കൊടുത്തിട്ടുണ്ട്. അത് ഫൈനലി അവരെല്ലാം കൂടെ വിദ്യാഭ്യാസ വിദഗ്ധരെല്ലാം കൂടെ ഇരുന്ന് വിലയിരുത്തിയിട്ട് അത് എവിടെ പ്രവേശിപ്പിക്കും, എന്തൊക്കെ വെട്ടിക്കളയും എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഒരു ലിസ്റ്റ് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ, നമ്മള് കുറച്ച് സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആളുകളുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ തന്നെ കുറെ അധികം എഴുതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സ്വീകാര്യമായ ഒരു സജഷനാണ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. എന്നാ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ, ശരി. Thank you very much, Professor Abian. Thank you so much. Thank you, Sagar sir. Thank you, sir. Sagar sir. Okay. Thank you, Dr. Muralidharan. Thank you. Okay.